നടക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ അവരൊക്കെ മിണ്ടാറുണ്ടോ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. അല്ല, ലോകത്ത് നടക്കുന്ന അങ്ങനെയാണ്. ഒരു ഷിയാസും വൈഫും ഇനി ഡിവോഴ്സ് ആവോ? ഷിയാസിന്റെ വൈഫ് ഇനി വീട്ടിൽ പോയി കാണും കുഞ്ഞിനെയും കൊണ്ട്? ഷിയാസിനെ എന്നെ സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കുറെ പേര് ഷിയാസിനെ എന്നെ വെച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ഷിയാസിനെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് എങ്ങനെയാണോ ഒരു വ്യക്തി നിൽക്കുന്നത്, അതുപോലെ ഞാനെ പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാനുമായിട്ടുള്ള കാര്യമല്ലല്ലോ, എനിക്കത് അറിയേണ്ട ആവശ്യം സംസാരിച്ചിട്ടില്ല. അല്ലെ പറയ്, നിങ്ങളുടെ വൈഫിനെ നിങ്ങൾക്ക് സഹോദരിയായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. പുള്ളിക്ക് എന്നെ സഹോദരിയായിട്ട് കാണാൻ പറ്റുള്ളൂ, വൈഫായിട്ട് കാണാൻ പറ്റില്ല, കാമുകിയായിട്ട് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പോയി പുള്ളി ഹാപ്പി ആയിട്ട്, പുള്ളിയും പുള്ളിയുടെ വൈഫും കുഞ്ഞൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് വീട്ടിൽ വെറുതെ 24-നാണ്. സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് മോളുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മോള് ഇത്തിരി മനസ്സിലാവും. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ കല്യാണം കഴിഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മളൊന്നും അവിടുന്ന് കൂളാക്കണം. അപ്പൊ സംസാരിച്ചത് സത്യം കിട്ടാതെ നീ സുഖം, നീയും മാഷാ അല്ലാഹ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷിയാസ് കരീം ഇത്ര വൃത്തികെട്ടവനാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ. പുതിയ ബിസിനസ് സംരംഭത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ഒരു സ്ത്രീയിൽ നിന്ന് 65 ലക്ഷം രൂപ തട്ടിയെടുത്തു